ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോഴാവുന്ന വീഡിയോ ആറ്റംബർഗിന്റെ BLDC ഫാനിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് വാൾ ഫാനാണ്. മോഡൽ റെനീസ എന്ന മോഡലാണിത്. നോക്കുക, എനർജി എഫിഷ്യൻ BLDC മോട്ടർ, അപ് ടു 35 എനർജി സേവിംഗ്, ലോ നോയ്സ് ഓപ്പറേഷൻ, ഹൈ എയർ ഡെലിവറി, വൺ കോർ കസ്റ്റമേഴ്സ് ആൻഡ് അഡ്ജസ്റ്റബിൾ ടിൽറ്റ് സിങ്ക് ഓപ്ഷൻ, റിമോട്ട് ഓപ്പറേറ്റഡ് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് 5 സ്റ്റാർ ആണ്. ഇതിന്റെ എനർജി റേറ്റിംഗ് നമ്മൾ നോക്കുക. എനർജി എഫിഷ്യൻസി സർവീസ് വാല്യൂ 2.2, 35 വാട്ട്സ് ആണ് ഇതിന്റെ മാക്സിമം പവർ. ഈ ഒരു എനർജി മീറ്റർ ആണ്. ഇതിനകത്ത് എനർജി മീറ്റർ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് ഓരോ സ്പീഡിലും എത്രത്തോളം വാട്ട്സ് എടുക്കുന്നു എന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് എത്രത്തോളം പവർ ഫസ്റ്റ് സ്പീഡിലും സെക്കൻഡ് സ്പീഡിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിന്റെ വില 5800 എന്നാണ് MRP കിടക്കുന്നത്. 3500 രൂപയ്ക്കാണ്, ഏകദേശം 3500 രൂപ ആ റേഞ്ചിലാണ് ഞാൻ മൈജിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഇവിടെ യൂണിവേഴ്സൽ റിമോട്ട്, ബൂസ്റ്റ് മോഡ്, സ്ലീപ്പ് മോഡ്, ടൈമർ മോഡ്, ഓസിലേഷൻ മോഡ് അതൊക്കെ ഉണ്ട്. ഇതിന്റെ റിമോട്ട് നോക്കുക. ഇത് BLDC സീലിംഗ് ഫാൻ്റെ റിമോട്ടാണിത്. അതിന്റെ സെയിം ടൈപ്പ് റിമോട്ടാണ് ഇതിനകത്തും കൊടുത്തേക്കുന്നത്. നോക്കുക, ഈ BLDC ഫാൻ്റെ ഈ ഫാൻ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് വർക്കാവുമെന്ന്. എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ ഗ്യാരണ്ടി വാറണ്ടി കാർഡാണ്, ആറ്റംബർഗ്. ഇതതിൻ്റെ കവറും ഫാനുമാണ്. ഇതതിൻ്റെ മോട്ടറാണ്. ഇതതിൻ്റെ റിമോട്ട്. ഇത് ആറ്റംബർഗ് വാൾ ഫാൻ്റെ റിമോട്ടാണ്. ഇത് ആറ്റംബർഗിൻ്റെ സീലിംഗ് ഫാൻ റിമോട്ടാണ്. രണ്ടും ഏകദേശം ഒരുപോലൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ ഫാൻ ആറ്റംബർഗിന്റെ ഫാനകത്തും വർക്കാവുന്നുണ്ട്. നോക്കുക, എൻ്റെ അതിനകത്ത് വർക്കാവുന്നുണ്ട്. രണ്ടും സെയിം ഫങ്ഷൻ വർക്കാണ്. ഇനി എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇത്രയും പാർട്സുകളാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നോക്കുക, റിമോട്ട്, ഫാന്, അതിൻ്റെ പ്ലാസ്റ്റിക് റിങ്, അതിൻ്റെ മോട്ടർ, പിന്നെ അതിൻ്റെ സ്ക്രൂകൾ, അത് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. നോക്കൂ ഫ്രണ്ട്സ്, BLDC ഫാൻ ഒരു എനർജി മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വാട്ട്സ് നമുക്ക് എടുക്കും എന്ന് ഓരോ സ്പീഡിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇതിനകത്ത് ഒരു ഐഡിയൽ രീതിയിലാണ് കിടക്കുന്നത്. നമുക്ക് 1.4 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് റിമോട്ടിനകത്ത് ഒന്ന് ഓണാക്കാം. ഓണാക്കിയപ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഒന്നാമത്തെ സ്പീഡിൽ 7 വാട്ട്സ് ആണ്. ഇനി നമുക്ക് റിമോട്ടിൽ രണ്ടാമത്തെ സ്പീഡ് ഒന്ന് കൊടുക്കാം. രണ്ടാമത്തെ സ്പീഡിൽ 9 വാട്ട്സ്, മൂന്നാമത്തെ സ്പീഡിൽ 16 വാട്ട്സ്, 13 വാട്ട്സ്, നാലാമത്തെ സ്പീഡിൽ 18 വാട്ട്സ്, അഞ്ചാമത്തെ സ്പീഡിൽ 26 വാട്ട്സ്, 25 വാട്ട്സ്. പിന്നെ ഒരു ബൂസ്റ്റ് സ്പീഡുണ്ട്, അത് ഹൈ പവറാണ്. ഭയങ്കര നല്ല കാറ്റാണിത്. നമുക്ക് ബൂസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു 5ലും 4ലും ഒക്കെ നമുക്ക് മതി. 26 വാട്ട്സ്. നമുക്ക് ഇതിൻ്റെ നല്ല കാറ്റാണ്. പിന്നെ ഇതിനകത്ത് ഓസിലേഷൻ നോക്കാവുന്ന ഓസിലേഷൻ ആണ്, അങ്ങോട്ട് സ്റ്റക്കാക്കി നിർത്തും. അതുപോലെ ഇങ്ങനെ റിമോട്ടിനകത്ത് ഓസിലേഷൻ ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് ഒരു പോയിന്റിലേക്ക് നമുക്ക് അടിക്കാൻ പറ്റും.
ഓക്കെ, നമുക്ക് ഓഫാക്കാം. ഇനി നമ്മൾ കണക്റ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അടിഭാഗത്ത് പൈപ്പുകൾ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഡ്രിൽ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ക്ലാമ്പ് പിടിപ്പിക്കും, പൈപ്പുകൾ ഇല്ലാത്ത സൈഡിൽ. ഇത് ഞാൻ നോക്കി, ഇതിനകത്ത് പൈപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈൻ വന്നേക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് പൈപ്പ് വന്നേക്കുന്നത്. അത് എന്തെങ്കിലും അതിന്റെ ഫോട്ടോ ഉണ്ടായതുകൊണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ പൈപ്പിനകത്ത് ആണി അടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിമോട്ട് നോക്കുക. റിമോട്ടിനകത്ത് ഈ ഓസിലേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങോട്ടാവും. നമുക്ക് കറക്റ്റ് ഭാഗത്തേക്ക് ഫാൻ്റെ കാറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ വരും. ഇപ്പോൾ ഫാൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് സ്പീഡായി. നോക്കുമ്പോൾ അവിടെ ഒരു LED ലൈറ്റ് കത്തുന്ന കാണാം, നമുക്ക് നീല നിറത്തിലുള്ള. അപ്പോൾ 3ലേക്ക് ഇടണമെങ്കിൽ സ്പീഡ് കൂടി 4, 5, 6 ഹൈ സ്പീഡ് 1. ടൈമർ ആണെങ്കിൽ ടൈമറിനകത്ത് നമ്മൾ ആവർത്തിച്ച് 2 പ്രാവശ്യം ഞെക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫാൻ ഓഫ് ആവും. അതിനകത്ത് ആ നീല LED ലൈറ്റ് ബ്ലിങ്കുന്ന കാണാം. അപ്പോൾ 3 മണിക്കൂറാണെങ്കിൽ 1, 2, 3 അങ്ങനെ വെച്ച് അടുപ്പിച്ചടുപ്പിച്ച് 1, 2, 3 പ്രാവശ്യം നമ്മൾ ഞെക്കുകയാണെങ്കിൽ അതിനകത്ത് അടുപ്പിച്ചടുപ്പ് ബ്ലിങ്കും. അപ്പോൾ അത്രയും 3 മണിക്കൂർ കഴിയുമ്പോൾ ഫാൻ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് റിമോട്ടിൻ്റെ ഫങ്ഷൻസുകൾ. ശിവയുടെ കൂടി എൻ്റെ വീഡിയോ വാച്ചിന് നന്ദി.